മൈൻഡ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം തച്ചോട്ടാവിനടുത്ത് ഇരട്ടക്കലങ്ക് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറി 20 വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് 12 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ 5.3 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന വീടിന് ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GS സ്ക്വയർ ട്യൂബിൽ ബ്ലാക്ക് കളർ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊക്കെ തന്നെ CNC കട്ടിംഗ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡൻ പാറ്റേണിലുള്ള ACP ഷീറ്റ് നൽകിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഒരു ഫോൾഡ് ചെയ്യാനും ഈ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാനും കണക്കിനാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇന്റർലോക്കാണ് ഫുള്ളി നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ 4 കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇവിടെയായിട്ടാണ് നമുക്ക് 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നത്. ഈ പില്ലറിലൊക്കെ തന്നെ ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് 2 ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് 4ാമത്തെ കാർ പാർക്കിംഗ് വരുന്നത്. ഇവിടെയായിട്ട് 2 സൈഡിലും നമുക്ക് ഗാർഡൻ വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ക്ലാഡിംഗ് വർക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു 3 പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട്. ഒരു ഫുള്ളി കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റൗട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പിന് നമുക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 4x2 വെട്രിഫൈഡ് ടെയിലാണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഫാൻസി ലൈറ്റ് കാണാം. അതുപോലെ തന്നെ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ തേക്ക് വുഡാണ് മെയിൻ ഡോർ ഫുൾ ആയിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകളുണ്ട്. നമുക്കിനി വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ കാണുന്ന വാളില് സിമന്റ് ടെക്സ്ചറാണ് നൽകിയിരിക്കുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിന്റെ കളർ തീം വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലോറിംഗിന് വരുന്നത് 4x2 വെട്രിഫൈഡ് ടൈലാണ്. അതിലൊക്കെ തന്നെ എപ്പോക്സി നൽകിയിട്ടുണ്ട്. 18x13 ആണ് നമുക്ക് ലിവിംഗിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് ആങ്കറിന്റെ സ്വിച്ച്, അതുപോലെ തന്നെ വി ഗാർഡിന്റെ ELCB ഒക്കെയാണ് വരുന്നത്. ഇവിടെയായിട്ട് 3 പാളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇവിടെയായിട്ടാണ് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലാമിനേഷൻ ബോർഡാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ WPCയുടെ ഒരു പാനലിംഗ് ബാക്കിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സീലിംഗ് വർക്ക് കാണാം. മനോഹരമായിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ BLDCയുടെ ഒരു ഫാന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഡൈനിങ്ങിലെ കാഴ്ചകൾ കണ്ടുവരാം. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. 16x12 ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത്. 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്കൊരു ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു വാഷ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. മിററൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്റ്റെയറിന്റെ അടിയിലായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് നമുക്ക് ഇൻവെർട്ടറിന്റെ പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് കാണാം. അതുപോലെ തന്നെ BLDCയുടെ ഒരു ഫാനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് 3 പാളിയുടെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. നമുക്കിനി കിച്ചണിലെ കാഴ്ചകൾ കണ്ടുവരാം. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഒരു ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സർവിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ WPCയുടെ പാനലിംഗ് നൽകിയിട്ടുണ്ട്. ടോപ്പിലായിട്ട് നമുക്ക് CNCയുടെ കട്ടിംഗ് നൽകിയിട്ടുണ്ട്. കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നൽകിയിരിക്കുന്നത്. 14x10 കിച്ചന്റെ സൈസ് വരുന്നത്. 2x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് നമുക്ക് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചിമ്മിനി നൽകിയിട്ടുണ്ട്. ഹിൻവെയർ ആണ് ചിമ്മിനി നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫോൾ സീലിംഗ് വർക്ക് കാണാം. അതിലൊക്കെ തന്നെ LED ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് സിങ്ക് വരുന്നത്. 2 സിങ്ക് കോക്കും നൽകിയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിന്റെ സ്ഥാനം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഒരു വാളിൽ നമുക്ക് ഫുള്ളായിട്ട് 4x2 വെട്രിഫൈഡ് ടെയിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്കൊരു കൗണ്ടർ ടോപ്പും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സിങ്കും ഒരു സിങ്കോക്കൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ബെഡ്റൂമിലെ കാഴ്ചകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ഒരു ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കി 3 ബെഡ്റൂം മുകളിലത്തെ നിലയിലുമാണ്. നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ മെയിൻ ഡോർ ഒഴിച്ച് ബാക്കി എല്ലാ തടികളും ആഞ്ഞിലിയും മഹാഗണിയുമാണ് വരുന്നത്. ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നേരെ കാണുന്ന ഈ വാളിൽ നമുക്ക് സിമന്റ് ടെക്സ്ചർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഗ്രീൻ ആണ് അത് നൽകിയിരിക്കുന്നത്. അതിന്റെ മുകളിലായിട്ട് നമുക്ക് സർഫസ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തായിട്ടായി നമുക്ക് വിൻഡോ നൽകിയിട്ടുണ്ട്. ഫ്ലോറിംഗിന് വരുന്നത് 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് വരുന്നത്. 13x12 ഈ റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഒരു 3 പാളിയുള്ള വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് AC ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ സെറയാണ് നമുക്ക് ഫിറ്റിംഗ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഹീറ്ററിന്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഫ്ലോറിംഗിന് 2x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് വരുന്നത്.
ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ മുഴുവൻ വാഷ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ് വരാം. ഇനി അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഹാൻഡ് റെയിൽ നമുക്ക് മുഴുവനായിട്ട് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അൽക്കേഷ്യയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പിൽ വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഹൈറ്റ് വന്നിട്ട് ടെയിലും. ഇവിടെ ആയിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സിമൺ ടെക്സ്ചർ ആണ് ഈ ഒരു വാൾ മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിൽ തന്നെ നമുക്കൊരു പർഗോളയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെയും 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV വെക്കാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ LED ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഫാൻസി ലൈറ്റും കാണാൻ കഴിയും. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. ഇനി ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. അതിലൊക്കെ തന്നെ എപ്പോക്സി ചെയ്തിട്ടുണ്ട്. 14x12 ഈ റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് AC യുടെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് 2 വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്കൊരു 3 പാളിയുള്ള ഒരു കബോർഡ് വരുന്നത്. അതൊക്കെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു മേക്കപ്പ് സ്റ്റാൻഡ് വരുന്നത്. ഈ റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം അവൈലബിൾ ആണ്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x12 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് AC യുടെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 3 പാളിയുടെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. 3 പാളിയാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂം അവൈലബിൾ ആണ്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x12 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഒറ്റപ്പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു 3 പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട്. AC യുടെ പോയിന്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 പാളിയുള്ള ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്കിനി ബാൽക്കണിയിലെ കാഴ്ചകൾ കണ്ടുവരാം. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമുക്ക് 4x2 വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ബാൽക്കണിയിലും നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. മുഴുവനായിട്ടും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അൽക്കേഷ്യയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പില്ലറിൽ നമുക്ക് ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു 3 പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്കൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂക്കുന്നി മലയുടെ ഒരു മനോഹര ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. നമുക്കിനി റൂഫ് ടോപ്പിലെ കാഴ്ചകൾ കണ്ടുവരാം. റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൈമറി വാട്ടർ സോഴ്സ് ആയിട്ട് നൽകിയിരിക്കുന്നത് കിണറാണ്. വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് 3 ലെയറിന്റെ 2 വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 5.3 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന വീടിന് ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്